ഹായ് ഫ്രണ്ട്സ്, ഗപ്പിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഗപ്പിക്കിട്ട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിഷ് ബ്രീഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് പറഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, നമ്മളുടെ ഗോൾഡ് ഫിഷ് ബ്രീഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെയിൽ ഫീമെയിൽ ഗോൾഡ് ഫിഷ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അവരെങ്ങനെ ബ്രീഡ് ചെയ്യിക്കാമെന്നുമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ ബ്രീഡായി കഴിഞ്ഞാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും പിന്നെ അവരുടെ മുട്ട എങ്ങനെ മാറ്റി വെച്ച് വിരിയിക്കാമെന്നുമാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷ് ബ്രീഡായി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലുള്ള നല്ല രീതിയിൽ കലങ്ങും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, നല്ല രീതിയിൽ കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് ബ്രീഡ് ചെയ്യാൻ നേരത്തെ ഇട്ട് കൊടുത്തിരുന്ന പ്ലാന്റ്സോ സ്പോണി മോപ്പോ ഏതായാലും നമ്മളൊന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതുപോലെ മുട്ട ഒട്ടിയിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ മുട്ട ഒരു വെള്ളം തുള്ളി പോലെ ഒട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാന്റ്സ് എല്ലാം അതിൽ നിന്ന് കളക്ട് ചെയ്ത് മാറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഗോൾഡ് ഫിഷ് അതെന്തായാലും കഴിക്കും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സോ സ്പോണി മോപ്പോ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ബേസിനിലേക്കോ ഒരു ടബിലേക്കോ നമുക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം, അതായത് നമ്മൾ ഓൾറെഡി പിടിച്ച് സെറ്റാക്കിയിട്ടിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈറ്റിൽ ആഡ് ചെയ്യരുത്. ആ മുട്ട ഏകദേശം മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ചെടി മാറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ ഗോൾഡ് ഫിഷിനെ ബ്രീഡിക്കായിട്ട് ടാങ്കിലെ വെള്ളവും കൂടി ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം അവർക്ക് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ടയെല്ലാം കളക്ട് ചെയ്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു എയർസ്റ്റോൺ ഇട്ട് നമുക്ക് എയറേഷൻ കൊടുക്കാമെന്നാണ്. അതായത് ഒരുപാട് ഹൈ എയറേഷൻ കൊടുക്കരുത്, കാരണം ആ ചെടിയൊക്കെ ആണെങ്കിൽ നമ്മളെ മുട്ട ചീത്തയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനോടൊപ്പം നമുക്ക് മെത്തലിൻ ബ്ലൂവോ നമ്മൾ മിസ്റ്റർ ബ്ലൂ സൊല്യൂഷൻ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഈ മുട്ടയ്ക്ക് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം സെറ്റാക്കി ഇട്ടിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷ് ഫ്രൈസാണ്. ഇവർക്കിപ്പോൾ ഏകദേശം ഒരാഴ്ച പ്രായമുണ്ട്. അപ്പോൾ നമ്മളെ ഗോൾഡ് ഫിഷിൻ്റെ മുട്ട നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്ത പോലെ സെറ്റപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 തൊട്ട് 7 ദിവസത്തിനകത്ത് ഇത് വിരിഞ്ഞ് കിട്ടും. ഇവിടെ എനിക്ക് ഏകദേശം ഒരു 3 ദിവസത്തിനകത്ത് മുട്ടയെല്ലാം വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവർക്ക് RTM ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ലൈവ് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയുടെ ഗോൾഡ് ഫിഷിൻ്റെ മുട്ട എങ്ങനെ വിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ ഒരു ഗോൾഡ് ഫിഷിൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലൈവ് ആയിട്ടാണ് ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ കാരണം നന്ദിയോടൊപ്പം ഇറ്റ്സ് മീ ആഗായ് സൈനിങ് ഔട്ട്.